നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയോട് കട്ടക്ക് പൊരുതി നിൽക്കുകയാണ്. ബാഴ്സ ഇന്നലെ അവരുടെ കളി എൽച്ചയ്ക്കെതിരെ ജയിച്ച് ഇപ്പോൾ 4 പോയിന്റ് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കളി റയോ വയക്കാനോക്കെതിരെ ജയിച്ച് റയലിനത് ഒറ്റ പോയിൻ്റാക്കി ചുരുക്കണം. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് റയോ വയക്കാനോ കളിയുള്ളത്. ഈ കളിക്ക് പക്ഷേ സാന്റിയാഗോ ബെർണാബുവിൽ ആരാധകർ റയൽ മാഡ്രിഡ് ടീമിനെ കൂവി വിളിക്കാനേറെ സാധ്യതയുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൻ്റെ കാരണം നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയോട് പൊട്ടി പ്ലേ ഓഫിലേക്ക് വീണുപോയി. അതെന്തായാലും ആരാധകർക്ക് ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വീണ്ടും കൂവൽ ഉയരും എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇന്നലെ മാധ്യമപ്രവർത്തകർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അൽവാരോ അർബിലോയുടെ കാര്യം ചോദിച്ചു. എന്താണ് ബെർണാബുവിൽ ഒരു അറ്റ്മോസ്ഫിയർ, നിങ്ങൾ അത് ഭയക്കുന്നുണ്ടോ, എന്തായിരിക്കും നിങ്ങളുടെ ഒരു അതിനോടുള്ള പ്രതികരണമെന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾക്ക് അദ്ദേഹം ഇന്നലെ പറയുകയാണ്, ഞങ്ങൾക്ക് നാളെ വിജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അറിയാം റയോക്കെതിരെയുള്ള കളി അത്ര എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ് എന്ന്. ബെർണാബുവിൽ ആരാധകർ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ്ങറായിട്ട് കളിക്കാൻ. സോ ഞങ്ങൾക്ക് ലാലിഗ വിജയിക്കണം, അതിന് ഞങ്ങളുടെ ഫാൻസ് ഞങ്ങളെ സഹായിക്കണം. സോ ഫാൻസ് കൂടെ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും എന്നാണ് ഇപ്പോൾ അൽവാരോ അർബിലോവ പറയുന്നത്. പിന്നെ അദ്ദേഹം ടീമിൻ്റെ പരാജയങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അതിനെ അദ്ദേഹം തന്നെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് എൻ്റെ വഴി. ഞാൻ പ്ലേയേഴ്സിനോട് പറയുന്നുണ്ട്, ഞാൻ മിസ്റ്റേക്സ് വരുത്തും, തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ പഠിക്കുകയാണ്, പഠിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ലാലിഗയിൽ ഇങ്ങനെ കട്ടക്ക് നിൽക്കുമ്പോൾ തെറ്റ് വരുത്തി പഠിക്കാൻ നിന്നാൽ എന്താവുമോ എന്തോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.